കർണാടക കോൺഗ്രസിൽ പുകയുന്ന മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ ദില്ലിയിലെ AICC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 136 MLA-മാരും എനിക്കൊപ്പമാണ് എന്ന DK ശിവകുമാറിന്റെ ഒറ്റ പ്രസ്താവന മതി കർണാടകയിൽ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന DK ശിവകുമാർ ഇക്കുറി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. 80 മുതൽ 90 വരെ MLA-മാർ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന തന്റെ വിശ്വസ്തരുടെ പ്രതികരണത്തിന് ഞങ്ങളെല്ലാം ഒന്നാണെന്നും ആർക്കും വിള്ളലുണ്ടാക്കാൻ കഴിയില്ലെന്നുമൊക്കെയാണ് DK മറുപടി നൽകിയത്. എങ്കിലും സിദ്ധരാമയ്യ പദവി ഒഴിഞ്ഞു തരാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ MLA-മാരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് അദ്ദേഹം. ഭരണത്തിൽ അസ്ഥിരതയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും ബംഗളൂരുവിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. സർക്കാർ രൂപീകരണ വേളയിൽ 2.5 വർഷത്തിന് ശേഷം DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നായിരുന്നു ഹൈക്കമാൻഡ് നൽകിയ വാഗ്ദാനം. എന്നാൽ നവംബർ 20-ന് കാലാവധി പൂർത്തിയായിട്ടും സിദ്ധരാമയ്യ പദവി ഒഴിയാൻ താല്പര്യം കാണിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. 5 വർഷം തന്റെ പിതാവ് തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര വ്യക്തമാക്കിയത് DK പക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ താൻ പല തിരിച്ചടികളും നേരിട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത്തവണ കാലം മറുപടി നൽകുമെന്നുമാണ് DKയുടെ പക്ഷം. നിലവിൽ അസം തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ടാണ് DK ശിവകുമാർ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. എങ്കിലും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ മുഖ്യമന്ത്രി പദവി എന്ന ആവശ്യം അദ്ദേഹം ശക്തമായി ഉന്നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. BJP ഭരണം അട്ടിമറിക്കാൻ കാത്തിരിക്കെ പാർട്ടിക്കുള്ളിലെ ഈ ഒരു പോര് ഹൈക്കമാൻഡിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. അധികാരം പങ്കിടൽ കരാർ നിലവിലില്ലെന്ന് സിദ്ധരാമയ്യ ആവർത്തിക്കുമ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കർണാടക രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കും. DKയുടെ ഈ ഒരു സമ്മർദ്ദ തന്ത്രങ്ങൾ വിജയിക്കുമോ അതോ സിദ്ധരാമയ്യ തന്നെ കസേരയിൽ തുടരുമോ എന്ന വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കർണാടക രാഷ്ട്രീയത്തിലെ ഇനിയുള്ള ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ ഞങ്ങളുടെ വാർത്തകൾക്കായി കാത്തിരിക്കുക. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.